ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ. മുളക പച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഈ ഒരു മുളക പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. മുളക പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിതിവിടെ ഇത്രയും വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം പുളി വരും. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുതിർത്തിട്ട് എടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഞെട്ടിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടു കീറുന്ന സമയത്ത് അത് മുഴുവനായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യം എള്ളിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുന്നത് വരയ്ക്കൊന്ന് വറുത്തിട്ടെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതേ എള്ളൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റാം. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഈ ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വറുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കടുകിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകട്ടെ. അങ്ങനെ പോകരുത്. കടുകിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഈ ഒരു മുളക പച്ചടിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ആ ഒരു പാനിൻ്റെ ചൂടിലൊന്ന് ചൂടാക്കിയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ അതേ കടുക് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിയായിട്ട് വേണം ഈ ഒരു കടുക് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതേ കടുക് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ള് കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതേ എള്ള് കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആ ഒരു എണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കീറി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പച്ചമുളക് വഴറ്റിയെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു മുളകൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കാനായിട്ട്. അപ്പോൾ അതേ പച്ചമുളക് കൂടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പുളിവെള്ളത്തിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതുപോലുള്ള കറികളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് മൺചട്ടിയിലാണ് കേട്ടോ. ഇരുമ്പ് ചട്ടിയോ അലുമിനിയം പാത്രമൊന്നും എടുക്കരുത്. ഇപ്പോൾ ഇതേ പുളിവെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചമുളക് ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് വറ്റി വരുന്നത് വരയ്ക്കൊന്ന് ആക്കിയെടുക്കാം. ഈ ഒരു പച്ചമുളക് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടുകുണ്ടല്ലോ, അതും പിന്നെ ആ ഒരു എള്ളു പൊടിച്ചത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഇഞ്ചി പുളിക്കൊക്കെ എങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക ആ ഒരു തിക്നെസ്സിൽ വേണം ഇതും നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതേ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വരും. നമ്മൾ ഇഞ്ചും പുളിയൊക്കെ വിളമ്പണ പോലെ ഇത് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആയി കിട്ടും. ഇനി ഇതിലേക്ക് കടുകും മുളകൊക്കെ ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളക് വറുത്തിട്ടുണ്ടായിരുന്ന അതേ പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മുളകാ പച്ചടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചും പുളിക്കൊക്കെ പകരം ചില നാടുകളിലൊക്കെ വിളമ്പണ ഒരു റെസിപ്പിയാണിത്. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലൊന്നും ഈ ഒരു മുളകാ പച്ചടി ഇല്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുളകാ പച്ചടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചും പുളി പോലൊക്കെ ഉണ്ടെങ്കിലും ഇഞ്ചും പുളിനേക്കായും തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഇഞ്ചും പുളിനേക്കായും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുളകാ പച്ചടിയാണ്. ഇതിൽ നമ്മൾ എള്ളും കടുകൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു മുളകാ പച്ചടിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്